ക്ലൗഡ്സ് ഒന്നും ഇല്ലാണ്ട് നെയിൽസിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ക്ലൗഡ്സ് എങ്ങനെ വരയ്ക്കണമെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ ഈ ഒരു കളറിലെ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബ്ലൂ ആണെങ്കിൽ ബ്ലൂ കൊടുക്കാം കേട്ടോ. ബ്ലൂ എൻ്റെ കയ്യിലില്ലായിരുന്നു, അതാണ് ഞാൻ ഈ കളർ കൊടുത്തത്. പിന്നെ വേണ്ടത് വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറിലെ നെയിൽ പോളിഷ് വേണം. പിന്നെ ഒരു സ്ലൈഡും കൂടി വേണം. സ്ലൈഡോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തായാലും കുഴപ്പമില്ല, സ്ലൈഡാണ് കുറച്ചും കൂടി നല്ലത്. സ്ലൈഡിൽ ആ വൈറ്റ് കളറിലെ നെയിൽ പോളിഷ് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടേ. ഇത് സിമ്പിളാണ്. നമ്മുടെ മേഘത്തിന് സ്പെസിഫിക് ആയിട്ടൊരു ഷേപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ഷേപ്പായാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ദൂരം നോക്കുമ്പോൾ ക്ലൗഡാണെന്ന് തോന്നിപ്പിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ നെയിൽസിലും ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ നെയിൽസിന് നീളം ഭയങ്കര കുറവാണ്, അപ്പോൾ അതുകൊണ്ട് 2 ക്ലൗഡ്സൊക്കെ വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. കുറച്ചുകൂടി നീളമുള്ള നെയിൽസ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാൻ നേരത്തെ നല്ലോണം വളർത്തുമായിരുന്നു, ഇപ്പോൾ ബേബി ആയതിനു ശേഷം അങ്ങനെ നല്ലോണം വളർത്താറില്ല കേട്ടോ. എന്നിട്ട് എല്ലാ നെയിൽസിലും അപ്ലൈ ചെയ്ത് കൊടുത്തു. തള്ളവരെല്ലാം അപ്ലൈ ചെയ്യാനായിട്ടായിരുന്നു ഏറ്റവും പാട്, കാരണം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടോ. എന്നിട്ട് ഇതിന് ഡ്രൈ ആക്കാൻ വെക്കണം കേട്ടോ. ഫുള്ള് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമുക്കിനി കളർലെസ് നെയിൽ പോളിഷ് ഇല്ലേ, ടോപ്പ് കോട്ട് എന്ന് പറയും, ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ വൈറ്റ് കളറിലുള്ള നെയിൽ പോളിഷ് ഫസ്റ്റ് അടർന്നു പോകും, പിന്നെ ബാക്കി അടർന്നു പോകും. അപ്പോൾ ലാസ്റ്റിങ് കുറവായിരിക്കും. അപ്പോൾ കുറച്ചാളും കൂടി ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ആ മേഘം കംപ്ലീറ്റ്ലി ഉണങ്ങിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ആകെ 3 നെയിൽ പോളിഷ് മതിയല്ലോ. ഓക്കെ, ബൈ.